ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡാണ്. ഈ ആഴ്ചയും ഒരുപാട് IPOകൾ നിരന്നു നിൽക്കുന്നുണ്ട്. അതിലൊരു IPO റിവ്യൂമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മാൻബ ഫിനാൻസിൻ്റെ IPO ഒരു കുഞ്ഞൻ IPO ആണ്. 151 കോടി രൂപയുടെ IPO ആണിത്. 151 കോടി രൂപയിൽ സെപ്റ്റംബർ 23 ആരംഭിച്ച് 25 വരെ ഓപ്പൺ ആവുന്ന ഒരു IPO ആണിത്. 151 കോടി രൂപയിലും കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. ആരും തന്നെ ഓഫർ ഫോർ സെയിലല്ല, പ്രൊമോട്ടേഴ്സ് ഒന്നും എക്സിറ്റ് ചെയ്യുന്നതല്ല, കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. പ്രൈസ് ബാൻഡ് 114-നും 120-നും ഇടയിലാണ്. 603 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണിത്. 25% ഡൈല്യൂഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. IPOയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23 to 25 30th സെപ്റ്റംബർ 30 സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് എന്താണ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൻബ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു 18 വർഷം പഴക്കമുള്ള മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ഇവർ മിക്കവാറും കൊടുക്കുന്നത് വെഹിക്കിൾ ലോണുകളാണ്. പ്രത്യേകിച്ചും 2 വീലർ പർച്ചേസുകൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 31, 2024 വരെയുള്ള സമയത്ത് നോക്കുമ്പോൾ 936 കോടി രൂപയുടെ ലോൺ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത്. ഇവരുടെ ലോൺ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ ലോൺ ബുക്ക് ഉള്ളത്. മൊത്തം ലോൺ ബുക്കിൻ്റെ 60%, ഏകദേശം റവന്യൂയുടെ 90% നോക്കിക്കഴിഞ്ഞാലും 2 വീലർ പർച്ചേസസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ലോണുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഒരു ആൾക്ക് ലോൺ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 80,000 ആണ്. നമുക്കൊരു ആവറേജ് ലോൺ സൈസ് നോക്കുന്നു മനസ്സിലാവുന്നത്. അതുപോലെ ഒരാളിൽ നിന്നും ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത് 21% per annum. ഇത്രയും വലിയ കത്തി പലിശയാണ്. അത് ഒരു ഭയങ്കര അനംബിക്യസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഭയങ്കര അത് എത്ര കാലം അത് ആ ഒരു രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് RBI ഒക്കെ പലിശ നിരക്ക് കുറക്കാൻ പോവാണ്. ബാങ്കുകളൊക്കെ മത്സരിച്ച് ഈ രംഗത്ത് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുത്താൻ സാധ്യതയുണ്ട്. സോ അത് എത്രമാത്രം ആ ഒരു രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പലിശ നിരക്ക് കുറയുന്നു, അത് ഈ കമ്പനിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുക. അതേസമയം പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഫെസ്റ്റിവൽ സീസണാണ്, മൺസൂൺ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺസൂൺ നോർമലായാൽ പോലും റൂറൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ഫെസ്റ്റിവൽ സീസണിൽ വരുന്ന സമയത്ത് ഇതുപോലുള്ള ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടും വരാം. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലുക്ക്. ഇനി കമ്പനിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ജേർണലിസ്റ്റാണ്. ഞങ്ങളുടെ കൂടുതൽ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസിനുമായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഏതൊരു വായ്പാ സ്ഥാപനത്തിന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും കൃത്യമായിട്ട് കൊടുത്ത വായ്പ തിരിച്ചു പിടിക്കാനുള്ള കഴിവാണ്. ഒരു അണ്ടർ റൈറ്റിംഗ് സ്കില്ലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ കമ്പനിയിൽ അത് ലാക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. കാരണം കമ്പനിയുടെ മാർജിനൊക്കെ നോക്കുമ്പോൾ വളരെ സൂപ്പറാണ്. 11.2% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കമ്പനിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 21% ആവറേജ് ഈൽഡാണുള്ളത്. അതേപോലെ 11% നെറ്റ് ഇൻട്രസ്റ്റ്, 11.2% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. പക്ഷേ ഈ കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് കിട്ടാക്കടം എന്ന് പറയുന്നത് മൊത്തം ലോൺ ബുക്കിൻ്റെ 3.16%. അതൊരു വലിയ കാര്യമാണ്. അതായത് അത് കാണിക്കുന്നത് കമ്പനിയുടെ കഴിവില്ലായ്മയാണെന്ന് നമുക്കൊരു തരത്തിൽ പറയാം. പ്രത്യേകിച്ച് വായ്പാ സ്ഥാപനമാകുമ്പോൾ അത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ, അതായത് അവർ കൃത്യമായിട്ട് നോക്കാതെയാണ് ലോൺ കൊടുക്കുന്നത്. ബാങ്കുകളിൽ ഇപ്പം പബ്ലിക് സെക്ടർ ബാങ്കുകൾ പോലും 1% താഴെയൊക്കെ നെറ്റ് NPA മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനം. അത്രയും ഡോക്യുമെൻറ്റുകളൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തതിന് ശേഷമാണ്, ക്രെഡിറ്റ് വർത്തിനെ അസസ് ചെയ്തതിന് ശേഷമാണ് ബാങ്കുകൾ വരെ ലോൺ പാസ്സാക്കുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഈ കൊടുത്തിരിക്കുന്ന 3.16% നെറ്റ് NPA വരിക എന്ന് പറയുന്നത് വളരെ ഒരു അൺപ്രൊഫഷണൽ രീതിയിലുള്ള മാനേജ്മെൻറ്റിനെ കാണിക്കുന്നതെന്ന് വേണം പറയാൻ. അതുപോലെ മാർച്ച് 31 അവസാനിച്ച ഇവരുടെ നെറ്റ് NPA ഏകദേശം 25 കോടി രൂപയായിട്ടാണ് നമ്മൾ റുപ്പി ടേംസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് 2024 ഫുൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 31 കോടി രൂപയാണ്. അപ്പോൾ 31 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് 25 കോടി രൂപ കിട്ടാക്കണമെന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീംലി വീക്ക് ഫണ്ടമെൻ്റൽസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നെറ്റ് NPA 3.16% എന്ന് പറയുന്നു. 31/3/2024 ഈ നെറ്റ് NPA 3.16% എന്ന് പറയുന്നത്
2021 കൂടുതലാണ്. കാരണം 2021 ഈ കമ്പനിയുടെ നെറ്റ് NPA എന്ന് പറഞ്ഞാൽ വെറും 2.37% ഉണ്ടായിരുന്ന കിട്ടാക്കടമാണ് ഇപ്പോൾ അത് കൂടി 3.16% മാറിയത്. പിന്നെ ഈ വെഹിക്കിൾ ഫിനാൻസ് പോലുള്ള അതിൽ പോലും, അതായത് സെക്യൂർഡ് ആണ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്കെതിരാണ് ഈ ലോണുകൾ വരുന്നത്. അതിൽ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് വളരെ ഒരു കൺസേൺ ആയിട്ട് തോന്നുന്നു. അതുപോലെ ആവറേജ് ഇൻഡസ്ട്രി ഈ 2 വീലർ സെഗ്മെൻറ്റിൽ തന്നെ കടം കൊടുക്കുന്ന മറ്റ് കമ്പനികളുടെ നെറ്റ് NPA 1% താഴെയുള്ള സമയമാണ് ഇവരുടെ നെറ്റ് NPA 3.16% വരുന്നത് എന്നുള്ളതാണ് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യം. 2021 - 2024 ഇടയിൽ കമ്പനിയുടെ ലോൺ ബുക്കിൽ 3 വർഷത്തെ ലോൺ ബുക്ക് 21% CAGR ഗ്രോ ചെയ്തിരിക്കുന്നത്. പക്ഷേ 2024 മാത്രം നോക്കുമ്പോൾ ജസ്റ്റ് ബിഫോർ IPO അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ 48% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിക്കുന്നു. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ 11.25 കോടി രൂപയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ് റിട്ടേൺ ഓൺ അസറ്റ് ഏകദേശം 3.5% കൂടിയത്. 2024 2.5% അത് 3.5% മീൻസ് ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഇത് എക്സ്ക്ലൂഡ് ചെയ്യാതെ 21% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട്. 28 കോടി രൂപ. കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 201 കോടി രൂപയാണ്. ടോട്ടൽ കമ്പനിയുടെ ബോറോയിങ്സ് അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത് 755 കോടി രൂപയാണ്. ആവറേജ് ബോറോയിങ് കോസ്റ്റ് വരുന്നത് 12% ആണ്. അപ്പോൾ നമുക്ക് ഈ കമ്പനി ബോറോ ചെയ്തിരിക്കുന്നത് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ബോറോയിങ് എന്ന് പറഞ്ഞാൽ കടബാധ്യത നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ 12% ഇവരുടെ ബോറോയിങ് കോസ്റ്റ് വരുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ BBB+ ആണ്. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്രമാത്രം ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല എന്നുള്ളത് BBB+ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇനി ഈ കമ്പനിയുടെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് IPOയ്ക്ക് ശേഷം ബുക്ക് വാല്യൂ ഏകദേശം ഒരു ഷെയറിന് 70 രൂപ നിലവാരത്തിലാണ് വരുന്നത്. അത് ഏകദേശം നോക്കാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് 1.7x ഇതൊരു എക്സ്പെൻസീവ് വാല്യൂഷനാണ് ഇങ്ങനെയുള്ളൊരു കമ്പനിക്ക്. പ്രത്യേകിച്ചും സ്മോൾ സ്കെയിൽ കമ്പനിയാണ്, സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസ് ആണ്. അധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു ബിസിനസ് അല്ല. പ്രത്യേകിച്ചും വെഹിക്കിൾ ഫിനാൻസ് മാത്രമേ ഉള്ളൂ. വെഹിക്കിൾ ഫിനാൻസിൽ തന്നെ 2 വീലർ ഫിനാൻസാണ് കൂടുതൽ. അസറ്റ് ക്വാളിറ്റി നമുക്കറിയാം. ഈ സമയത്ത് 3.3% NPA വെക്കുന്നൊരു കമ്പനി. അപ്പോൾ സ്മോൾ NBFCകളിൽ ബെയ്ഡ് ഫിൻസർവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ബെയ്ഡ് ഫിൻസർവ് 365 കോടി രൂപയുടെ ലോൺ ബുക്കാണ് കമ്പനിക്കുള്ളത്. 3.4% റിട്ടേൺ ഓൺ അസറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. 0.4%, അതായത് ഒരു 100 രൂപ കൊടുക്കുമ്പോൾ 40 പൈസ മാത്രമാണ് അവരുടെ നെറ്റ് NPA ആയിട്ട് വരുന്നത്. അതേസമയം ഈ കമ്പനിക്ക് 100 രൂപക്ക് 3 രൂപ 20 പൈസ നെറ്റ് NPA ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കമ്പനി ബെയ്ഡ് ഫിനാൻസ് പോലും പ്രൈസ് ടു മൾട്ടിപ്പിൾസ് 1.2 ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇവർ 1.7x പ്രൈസ് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എക്സ്ട്രീംലി ഹൈ വാല്യൂഷനിലാണുള്ളത്, അല്ലെങ്കിൽ പ്രൈസിങ് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായം ഫണ്ടമെൻ്റൽസ് അത്രമാത്രം സ്ട്രോങ് അല്ല, പ്രൈസിങ് വളരെ അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു IPO എനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിത് അപ്ലൈ ചെയ്യാനും പോകുന്നില്ല. സോ നിങ്ങളുടേതായ തീരുമാനം, നിങ്ങളുടെ ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ നിങ്ങളത് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം IPO ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുക. ഞാനൊരു മസ്റ്റ് അപ്ലൈ ആയിട്ട് ഒരിക്കലും റേറ്റ് ചെയ്യാത്തൊരു IPO, ഞാൻ ക്ലിയറായിട്ട് അവോയ്ഡ് ചെയ്യുന്നൊരു IPO ആയിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് IPOയും വാല്യൂഷൻസ് ഒന്നും വിഷയമേ അല്ല. ആൾക്കാർ കോടികളാണ് IPO മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഡബിളും ട്രിപ്പിളും ആവും എന്നുള്ള പ്രതീക്ഷയൊക്കെയാണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽസ് വെച്ച് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ടാണ് കമ്പനിയെ സംബന്ധിച്ച് വരുന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കാം. ഓക്കെ, ലിസ്റ്റിംഗ് ഗെയിനുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് യാതൊരു ഇതിലും ഈ ഒരു കമ്പനിയെ വിലയിരുത്താൻ ഞാനല്ല. കാരണം അതൊക്കെ മാർക്കറ്റ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്